ചിരിമുട്ടായിലേക്ക് സ്വാഗതം. ഞാനിന്ന് അല്പം മാറി ഒരു കഥയാണ് പറയാനുള്ളത്. കഥയല്ല, ഞാനൊരു കാലഘട്ടത്തിൽ എൻ്റെ ചെറുപ്പകാലം മുതൽ സിനിമാ രംഗത്ത് പ്രവർത്തിക്കേണ്ട അവസ്ഥ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അത് പ്രവർത്തിച്ചത് രണ്ട് ധ്രുവങ്ങളുള്ളവരുമായിട്ടാണ്. ഒന്ന് മലയാള സിനിമയുടെ കൊമേഴ്ഷ്യൽ രാജാവായ ശ്രീ ശശികുമാർ സാറുമായിട്ടും അടൂർ സാറുമായിട്ടും. അദ്ദേഹം ആധുനിക സിനിമയുടെ ഏറ്റവും വലിയ വ്യക്താക്കളാണ്. അന്തർദേശീയ തലങ്ങളിലൊക്കെ ഏറ്റവും കൂടുതൽ അവാർഡ് നേടിയിട്ടുള്ള സിനിമകൾ എടുത്തിട്ടുള്ള ഈ അടൂർ സാറിൻ്റെ വർക്കിലും ഞാൻ ബന്ധപ്പെടാനും ഉള്ള അവസരം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ രണ്ടും കൂടെ ചേർന്നുള്ളൊരു പഠനം ഞാൻ നടത്തിയോ. അന്ന് ശശികുമാർ സാറിൻ്റെ ഏറ്റവും കൂടിയ സമയത്താണ് ഞാൻ ഈ സിനിമയിൽ ഞാൻ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും എനിക്ക് ഒത്തിരി അനുഭവങ്ങൾ, പുതിയ പാഠങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് എനിക്ക് പഠിക്കാൻ കഴിയും. ആക്ച്വലി ഞാൻ സിനിമാ രംഗത്ത് കയറുന്നത് തന്നെ എൻ്റെ ജനറൽ പിക്ചേഴ്സിൻ്റെ എൻ്റെ അടുത്ത ജ്യേഷ്ഠ സുഹൃത്തായ ശ്രീ രാജശേഖരൻ നായർ അവറുകൾ, അദ്ദേഹം അന്ന് മദ്രാസിലെ മുൻ സിനിമ എടുത്ത ടി.എം. നായർ ചേട്ടനെ പരിചയപ്പെടുത്തി. അങ്ങനെ ഞാൻ അദ്ദേഹത്തിലൂടെ അന്ന് ശശികുമാർ സാറുമായിട്ട് ബന്ധപ്പെടും. അന്ന് സൂര്യൻ എന്ന സിനിമ കൊല്ലത്ത് നടക്കുന്ന സമയം സ്പൈസ് ബാബു എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ വിജയബാബുവിൻ്റെ അച്ഛൻ എടുത്ത ഒരു സിനിമയുണ്ട്. വിജയബാബുവിൻ്റെ അച്ഛൻ സ്പൈസ് ബാബു എന്ന് പറയുന്നത് എൻ്റെ ഒരു ബന്ധുവും കൂടിയാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ പ്രൊഡക്ഷനിൽ കൂടാണ് ആക്ച്വലി ഞാൻ ആദ്യം ബന്ധപ്പെടുന്നത്. അപ്പോൾ ഞാൻ സാറുമായിട്ട് കൂടുതൽ ആ സെറ്റുകളിൽ പോയി സംസാരിക്കാനും ഇടപെടാനും ഒക്കെ അവസരം ലഭിച്ചു. അതിനൊക്കെ ഞാൻ ചെറിയൊരു വേഷം അഭിനയിക്കുകയും ചെയ്തു. അതിനപ്പുറം ആ പ്രൊഡക്ഷനിലെ എല്ലാ കാര്യങ്ങളും എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. A to Z ഞാൻ അതിന് വേണ്ടി ഓടിയുണ്ടെന്നു. അതിനുശേഷം മദ്രാസിൽ പോയി അവിടുത്തെ കുറേ ഷൂട്ട് ഇടുകയുണ്ടായിരുന്നു. അന്ന് സോമനും ഒക്കെ ആയിരുന്നു അതിൻ്റെ ഏറ്റവും വലിയ മേജർ ആർട്ടിസ്റ്റുകൾ. അപ്പം ആ ഒരു സിനിമയുടെ അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രവർത്തന രീതി ഒരു പ്രൊഡ്യൂസർക്ക് നഷ്ടം വരാത്ത രീതിയിൽ ഒരു സംവിധായകൻ പ്രവർത്തിക്കുന്നു നമുക്ക് അത്ഭുതത്തോടെ കാണാൻ സാധിക്കും. കാരണം ആവശ്യമില്ലാത്ത തിരക്കഥാകൃത്ത് എഴുതിക്കൊണ്ടുവരുന്ന ആവശ്യമില്ലാത്ത കൂടുതൽ സാമ്പത്തിക അനുഭവിക്കുന്ന പ്രശ്നങ്ങളും എല്ലാം ഉള്ള കേസാണെങ്കിൽ അദ്ദേഹം അപ്പഴേ വെട്ടിക്കളയും. പക്ഷേ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ എയർപോർട്ട് സീൽ എടുക്കണമെങ്കിൽ എന്ത് മെനക്കേടാ ഉറപ്പ് എടുത്ത് അവരുടെ കാശ് അടച്ച് അവൻ്റെയൊക്കെ സൗകര്യത്തിൽ ചെയ്യണം. അതൊന്നും വേണ്ട, അല്ലാതെ തന്നെ നമുക്ക് എടുക്കാവുന്ന കാര്യമുള്ളൂ. അപ്പോൾ ആ പറഞ്ഞ പ്രൊഡ്യൂസറെ അങ്ങ് നിരുത്സാഹപ്പെടുത്തി അദ്ദേഹത്തിന് സാമ്പത്തികമായിട്ടുള്ള ഒരു വേദന വരാത്ത രീതിയിലാണ് അദ്ദേഹം അത് സിനിമ എടുക്കാറുള്ളത്. അടൂർ സാറാണെങ്കിൽ തിരിച്ചുവാ, ഒരു വിട്ടുവീഴ്ചയില്ല. അദ്ദേഹം തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അത് അതിൻ്റെ ആ എല്ലാ അർത്ഥത്തിലും അദ്ദേഹം അത് നോക്കിയിട്ട് ചെയ്യത്തുള്ളൂ. അതിൻ്റെ പിന്നിലുള്ള ഈ ചിലവ് ഒന്നും അദ്ദേഹം നോക്കാറില്ല. കാരണം അന്നത്തെ അടൂർ സാറിൻ്റെ വർക്കിന് ഞാൻ കർണാടകയിലുള്ള പുത്തൂർ എന്ന സ്ഥലത്താണ് വിധേയൻ എന്ന സിനിമയിൽ അതിൽ ഞാൻ പ്രൊഡക്ഷനിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അന്ന് അദ്ദേഹത്തിന് ഓരോ ചിലവുകളും എനിക്ക് ശശികുമാർ സാറിൻ്റെ ആ ഒരു എക്സ്പീരിയൻസ് വെച്ചാണ് ഞാൻ ദൂരെ കൂട്ടി കണ്ടത്. അപ്പോൾ നമ്മൾ അത്ഭുതപ്പെടുത്തുന്ന അന്ന് രഘുമുരളി പോലുള്ളൊരു വ്യക്തിക്ക് അത് താങ്ങാനൊക്കത്തുള്ളൂ. അപ്പോൾ അദ്ദേഹം ഇത് ഒരു ദിവസം എനിക്കൊരു ഓർമ്മ വരുന്നത്, ഒരു ദിവസം എന്നെ വിളിച്ച് പറയും, ഭവൻ നമുക്ക് കുറേ പാലപ്പൂ വേണം, അതിൻ്റെ അകത്ത് ഇവിടെ നമുക്ക് പോകുന്ന സൈഡ് ആ കാട്ടിൻ്റെ സൈഡിലുണ്ട്, നമുക്ക് ഞാൻ ജോലിക്കാരനെ കൊണ്ടുപോയി പാലപ്പൂ കുറച്ച് രാത്രി ഞാനൊരു വലിയൊരു മുറിക്കകത്ത് കൊണ്ട് കൂട്ടി. അപ്പോൾ ഇദ്ദേഹം വന്നു, പാലപ്പൂവൊക്കെ റെഡിയാണോ? ഞാൻ റെഡിയാ സാർ, കാണിച്ചു കൊടുത്തു. ഓർഡർ പറഞ്ഞു ഇതുപോലെ ഇത്രയും കൂടെ വേണമെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം വീണ്ടും രാവിലെ തന്നെ പോയി എടുത്തു. ആ ലൊക്കേഷൻ കൊണ്ടുപോയി വലിയൊരു മരത്തിൻ്റെ മുകളിൽ അത് ഇട്ടു, അത് വാരി വെതറി. ഇത് കഴിച്ചപ്പോൾ അതിൻ്റെ അകത്ത് മമ്മൂട്ടിയും പിന്നെ നമ്മുടെ ഗോകുമാറും കൂടെ കാട് കയറി വരുന്നൊരു സീനാണ്. അപ്പോൾ അതിനകത്ത് 2 ഡയലോഗേ ഉള്ളൂ. പാലപ്പൂവിൻ്റെ ഗന്ധം, യക്ഷിയുടെ ആവാസമുള്ള സ്ഥലം. ഈ ഒരു ഷോട്ട് എടുക്കുന്നതിനാണ് ഇത്രയും വണ്ടി കിടന്ന് കൂടി പാലപ്പൂ എടുത്ത് കൊട്ടക്കണക്ക് കൊണ്ട് കട്ടി ഇതെല്ലാം ചെയ്തു. ഇതേ സീന് ശശികുമാർ സാറിൻ്റെ കൊടുത്താണ്. അദ്ദേഹം ആദ്യം ചോദിക്കുക, പക്ഷേ ഇവിടെ കിട്ടും, ഒരു 10-15 പാലപ്പൂ ഇവിടെ കിട്ടും. നമ്മൾ ഉണ്ട് സാർ, ഇവിടെ ഉണ്ട്. അദ്ദേഹം അത് ഇട്ടിട്ട് ബാക്കിയെല്ലാം പേപ്പർ വെച്ചിടാൻ പറയും. അപ്പം അദ്ദേഹത്തിന് അറിയാം അത് അതിൽ ക്ലോസ് ചെയ്തിട്ട് ബാക്കി വൈഡ് ആകുമ്പോഴത്തേക്ക് അത് സെയിം എഫക്റ്റ് കിട്ടും. അപ്പം അത്ര പ്രൊഡ്യൂസർക്ക് ലാഭകരമാകത്തക്ക രീതിയിലാണ് അദ്ദേഹം ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പം ഇങ്ങനെയൊക്കെയുള്ള ഡയറക്ടർ, ഇപ്പോഴത്തെ കാലത്ത് ഒരു ഡയറക്ടർ നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്നത് തിരക്കഥാകൃത്ത് ഏറ്റവും വലിയ ഹോട്ടലിൽ താമസിക്കണമെന്ന് പറയും. അവിടെ നിന്ന് 1 മാസം അവർ മദ്യപിച്ച് അല്ലെങ്കിൽ എത്രയും ചെയ്ത് ആ പ്രൊഡ്യൂസറുടെ ഏറ്റവും വലിയൊരു സാമ്പത്തിക ബാധ്യതയിൽ എത്തിച്ചേരുന്ന ഒത്തിരി നിർമ്മിതാക്കൾ നമുക്കറിയാം. അന്ന് മദ്രാസിലെ ആദ്യ കാലഘട്ടത്തിലൊക്കെ നമ്മൾ ചെല്ലുമ്പോൾ അന്ന് ഞാൻ സാർ കാശി രക്ഷപ്പെട്ടു, അതിൻ്റെ പുറകിൽ പോകാൻ പറ്റില്ല.
അന്നത്തെ ഹോട്ടലുകളിലൊക്കെ നിൽക്കുന്ന AVM സ്റ്റുഡിയോയിൽ നിൽക്കുന്ന അല്ലെങ്കിൽ മറ്റുള്ള നിൽക്കുന്നതെല്ലാം നാട്ടിൽ നിന്ന് സിനിമയിൽ അഭിനയിക്കാൻ മോഹമായിട്ട് വന്ന ചെറുപ്പക്കാർ പിള്ളേരാണ്. ഏത് ഹോട്ടലിൽ ചെന്നാലും ശരി തന്നെ അവരെ ഉടനെ വന്ന് പരിചയപ്പെടുമ്പോൾ ഒരു മലയാളിയാണ്, വർഷങ്ങളായിട്ട് ഇവിടെ അഭിനയിക്കാൻ വന്നതാണ്, അവർക്ക് ഒരു ചാൻസ് കിട്ടണം. റിസപ്ഷനിൽ ചെന്നാൽ അവർ പിന്നെ ടാക്സി ഓടിച്ചാൽ ചെന്നാൽ അവരും അതാ. അപ്പം അന്നത്തെ അവിടുത്തെ രീതി അന്ന് അങ്ങനെ ആയിരുന്നു. ഇവിടുന്ന് ആണും പെണ്ണുങ്ങൾ മോശമല്ല, കാരണം അത്രയോ കുടുംബങ്ങളാണ് അമ്മമാരും അന്ന് അവിടെ താമസമാക്കി. ഒന്നുകിൽ ചിലവരൊക്കെ അങ്ങ് നല്ല മേളിൽ പോവും, ഇല്ലെങ്കിൽ ചെറിയ പ്രദേശത്തോട്ട് അവരങ്ങ് ഒതുങ്ങും. ഇങ്ങനെ പോയിട്ടുള്ള എത്രയോ കുടുംബങ്ങളുണ്ട്. നമ്മളിപ്പോഴത്തെ ഈ പെണ്ണുങ്ങളുടെയൊക്കെ ചർച്ചകൾ കാണുമ്പോൾ നമുക്കുള്ളിൽ ഇതാ വരുന്നത്. അന്നത്തെ കാലഘട്ടത്തിൽ ആർക്കും പരാതിയൊന്നുമില്ല, ജീവിക്കാൻ വേണ്ടി എത്രയോ പേര് രക്ഷപ്പെട്ടു പോയിട്ടുണ്ട്. അപ്പം നമ്മളൊക്കെ ചില ഡയറക്ടർമാരോട് ചോദിക്കും ഇങ്ങനെയൊക്കെ പെണ്ണുങ്ങളുമായിട്ടൊക്കെ എപ്പോഴും അവരെ ബുദ്ധിമുട്ടിച്ചാൽ, അപ്പോൾ അവർ പറയും നമ്മളിപ്പോൾ അവർ ഉപയോഗപ്പെടുത്തില്ല എന്നുണ്ടെങ്കിൽ നാളെ ഒരു കാൾ ഷീറ്റിന് വേണ്ടി നമ്മളവിടെ ഗേറ്റിൻ്റെ വെളിയിൽ നിൽക്കേണ്ടി വരും. അത് നമ്മൾ അത് അനുഭവിച്ചറിഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നം. ഇത് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു തെറ്റാണ് എങ്കിൽ കൂടി ഞാൻ പറഞ്ഞു അന്നത്തെ കാര്യം ആർക്കും പരാതിയില്ലായിരുന്നു. കാരണം അവർക്ക് നല്ല സാമ്പത്തികം ഉണ്ടാവും, അവർ രക്ഷപ്പെടും. എല്ലാം രക്ഷപ്പെടത്തില്ല, കുറച്ചാളിലൊക്കെ രക്ഷപ്പെടും, കുറച്ചാളിലൊക്കെ വീണ്ടും താഴെ പോയി ചെറിയ പ്രദേശത്തൊക്കെ പോയി താമസിക്കുന്ന ഒട്ടനവധി ആളുകൾ. അപ്പോൾ അവിടെ എത്രയോ ചെറു പ്രൊഡ്യൂസേഴ്സ് നാട്ടിലെ പുരയിടമൊക്കെ വിറ്റ് വഴക്ക് കൂടി അവിടുന്ന് സാധനം കാശൊക്കെ കൊണ്ടുവന്ന് മദ്രാസിൽ വന്ന് ഏതെങ്കിലും ഒരു കൂട്ടത്തിൽപ്പെട്ട് എല്ലാം വിറ്റ് തൊലച്ച് ഒന്ന് രണ്ട് സീനും എടുത്ത് അതോടുകൂടി ആ സിനിമ അവിടെ തീരുകയാണ്. അപ്പോൾ അതിനു വേണ്ടി ഈ കാത്തിരിക്കുന്ന പാമ്പുകളുണ്ട് വന്ന് വിഴുങ്ങാനായിട്ട്. അതൊക്കെയാണ് ശശിഭാസ് സാറിനെ കുറിച്ച് നമ്മൾ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്നത്. ഒരു പ്രൊഡ്യൂസർ വന്നു ആദ്യം ചോദിക്കും മോനെ കാശുണ്ടോ, എന്തുകൊണ്ട് കയ്യിൽ, ഉടനെ പറയും അത് എത്ര, അത് ഒരു കാര്യം ചെയ്യും മോനെ അതുകൊണ്ടൊന്നും ഒന്നും ആവത്തില്ല. അല്ല അവർ പറഞ്ഞല്ലോ സിനിമ അത് എടുക്കാൻ ഒക്കത്തില്ല, നല്ല കാശുണ്ടായി കൊണ്ടുപോവാ, അല്ലാതെ വന്നാൽ ഒന്നും നടക്കത്തില്ല. ഇപ്പോൾ ആദ്യം വയ്ക്കും മോനെ 10 ലക്ഷം രൂപ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് 8 ലക്ഷം രൂപയ്ക്ക് പടം തീരും, 10 ലക്ഷം രൂപ ഇല്ല എന്നുണ്ടെങ്കിൽ അത് 15 ലക്ഷം രൂപയായാലും തീരത്തില്ല. അതുകൊണ്ട് അവരെ പറഞ്ഞ് മനസ്സിലാക്കി അവർ അതിൽ നിന്ന് ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ അവർ അതിനെ സപ്പോർട്ട് ചെയ്യത്തുള്ളൂ. അതാണ് ആ വലിയ മനുഷ്യൻ്റെ പ്രത്യേകത. ഞാൻ അദ്ദേഹമായിട്ട് ഏറ്റവും കൂടുതൽ അടുക്കാനുള്ള അവസരം ഉണ്ടായത് ഇതിൻ്റെ പ്രൊഡക്ഷൻ്റെ വർക്ക് ചെയ്തപ്പോഴത്തേക്ക് കാട്ടരുവി എന്നൊരു സിനിമയിൽ എനിക്ക് അതിൻ്റെ അകത്ത് പ്രൊഡക്ഷൻ മാനേജറായിട്ട് തന്നെ എനിക്ക് വർക്ക് ചെയ്തു. പുള്ളി മൂന്നാറൊക്കെയാണ്. അതിനോടൊപ്പം തന്നെ അദ്ദേഹമായിട്ട് സ്ക്രിപ്റ്റ് എഴുതാനായിട്ട് എനിക്ക് ആ സഹായിയായിട്ട് എനിക്ക് പ്രിയനാരിയായിട്ടൂടെ നിൽക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. കൂടാതെ 4-5 സിനിമയ്ക്ക് വേണ്ടി സ്ക്രിപ്റ്റ് അത് എഴുതിക്കൊണ്ടിരുന്നു. ചില നിർഭാഗ്യവശാൽ ആ സിനിമ ഇറങ്ങാൻ പറ്റിയില്ല. അപ്പോൾ അപ്പോഴൊക്കെ നമ്മൾ ഈ സിനിമയ്ക്ക് വേണ്ടി തിരക്കഥാകൃത്തിൻ്റെ കൂടെ വർക്ക് ചെയ്യാനും ഈ പ്രൊഡക്ഷനിൽ വർക്ക് ചെയ്യാനും ഒക്കെ വന്നപ്പോഴത്തേക്ക് ഏകദേശം സിനിമയുടെ ഒരു രീതി നമുക്ക് മനസ്സിലായി. ഞാനത് പഠിക്കാൻ ഒത്തിരി കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പം അന്ന് ഞാൻ ഇപ്പോൾ ഓർക്കുന്നു സാറ് പിന്നെ നമ്മളെ പറയും മോനെ നമ്മളെ നമ്പി ഈ ഒരു പ്രൊഡ്യൂസർ വഴിയിലാകാൻ പാടില്ല, അത് ഓർത്തോണം എന്ന് എന്നോട് എപ്പോഴും അത് പറയാറുള്ള കാര്യമായിരുന്നു. അതുകൊണ്ട് ഇങ്ങനെ ഒത്തിരി അനുഭവങ്ങൾ അദ്ദേഹം എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്, നമ്മൾ ഉപദേശിച്ചിട്ടുണ്ട്. ഇത് ഒരു അനുഭവം എനിക്ക് ഏറ്റവും വലിയൊരു പാഠം എനിക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. എന്തായാലും അദ്ദേഹത്തെക്കുറിച്ച് ഓർമ്മിക്കാനും ഈ ഒരു അവസരത്തിൽ പറയാനും സാഹചര്യം സന്തോഷമുണ്ട്. ഞാൻ ഇനി അടുത്ത എപ്പിസോഡിൽ ബാക്കിയുള്ള വിവരങ്ങൾ പറയുന്നതാണ്. നിങ്ങളെല്ലാവരും എന്തെങ്കിലും അതിൻ്റെ അകത്ത് വിമർശനങ്ങളോ തെറ്റുണ്ടെങ്കിൽ സാറിന് അറിയിക്കുക. ഇരുമുട്ടായി എന്ന ആ ഒരു ഇത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവരിലേക്കും എത്തിച്ചു കൊടുക്കുക. നന്ദി, നമസ്കാരം.